ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് 10 മിനിറ്റ് കൊണ്ട് ചിക്കൻ ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 10 പച്ചമുളക്, ബാക്കി വെളുത്തുള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഒരു മുഴുവൻ വെളുത്തുള്ളിയാണ് ഒതുക്കി വൃത്തിയാക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് നമുക്ക് 6 മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 2 തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ തക്കാളി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്ത പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മീറ്റ് മസാല, ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതുമണി ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ആ കുക്കറിലേക്ക് തന്നെ, ഉള്ളി തക്കാളി വേവുന്ന കുക്കറിലേക്ക് തന്നെ നമുക്ക് അതിലേക്ക് ഇട്ടൊന്ന് വേവിക്കുന്നുണ്ട്. അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് വീഡിയോ. അപ്പോൾ അതിൽ തന്നെ വന്ന സിറ്റിയിൽ മേലെ തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് അരിയത്തുണ്ടായിരുന്നു. അത് മാത്രം വേറെ തന്നെ ചിക്കൻ മാറ്റി ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയെല്ലാം ആവശ്യത്തിന് 3 ഉള്ളി നല്ല സ്ലൈസ് ചെയ്ത ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്തു. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടി അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ചിക്കൻ ഒന്ന് വേവിച്ച് 2 സിറ്റി വന്ന് വെന്ത ശേഷമാണ് ബാക്കി ഫ്രൈ ചെയ്ത് എടുത്തത്. അത് കാണിക്കാൻ പറ്റിയില്ല, സോറി. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസി ആയിരിക്കും ബിരിയാണി ഉണ്ടാക്കാൻ. എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു കുക്കർ ചൂടായിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഏലക്ക, പട്ട, കറാമ്പല്ലിട്ട് കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആയ ശേഷം നമുക്ക് 3/4 കിലോ അരിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു. അത് ചൂടായ ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട ശേഷം ഇതിലേക്ക് കഴുകി അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ 3/4 കിലോ അരിയാണ്. അപ്പോൾ ഒന്ന് നമുക്ക് കൊത്തി വെക്കാം. ഒരു സിറ്റിക്ക് മാത്രം എടുത്തു കൊടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മസാല വെന്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി അതിലേക്ക് ഇട്ടു. അതിനുശേഷം അതിലേക്ക് മീറ്റ് മസാല, ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം വെന്ത ചോറും കൂടി അതിലേക്ക് ഇട്ടു. സ്ലോയിൽ തീ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയർ നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഓരോരോ ഹോൾസ് ഇട്ട ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 6 kg, പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളി, കിസ്മിസ്, കാഷ്യൂനട്ട്, മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ സെക്കൻഡ് ലെയറും കൂടി ചോറിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചോറ് സെക്കൻഡ് ലെയറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഇട്ടു. ഇതൊന്ന് നമുക്ക് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഹോൾസ് ഇട്ട ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ചെറുനാരങ്ങി, മഞ്ഞൾപ്പൊടിയുണ്ട്, അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 6 kg കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി വിതർത്തി കൊടുത്തു. 6 kg കൂടി എല്ലാവരുടെയും ഹോൾസിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഉള്ളി, കിസ്മിസ്, കാഷ്യൂനട്ട് എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സെറ്റായി മൂടി വെക്കുക. ഒരു 5-10 മിനിറ്റ് നമുക്ക് സെറ്റാക്കി മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞ ശേഷം ഉള്ളതാണിത്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ ബാക്കി അടിയിൽ നിന്ന് എടുത്ത് മസാല എടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വിഭവം. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. നല്ല ദം ബിരിയാണിയാണ്, നമ്മളെ തലശ്ശേരി ദം ബിരിയാണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ 1 കിലോ അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കൽ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ കണക്കിലെങ്കിൽ അങ്ങനെ എടുക്കാം.
അപ്പോൾ 3/4 കിലോ അരിക്ക് 1.5 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.